ഹായ്. ഗുഡ് മോർണിംഗ്. മുത്തശ്ശൻ എങ്ങനെയുണ്ട്? മുത്തശ്ശിന് കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ഇവളെ കല്യാണക്കാരെന്ന് മുത്തശ്ശനോട് പറഞ്ഞാലോ? അത് വേണ്ട. അതെന്താ? ഇനിയിപ്പോ അതിനെ പറ്റിയൊന്നും മുത്തശ്ശനോട് പറയാൻ പോണ്ട. അപ്പൊ നിനക്ക് ACP ആയിട്ടുള്ള കല്യാണം ഇഷ്ടാണ്? ഒറ്റ രാത്രിയോട് നിന്റെ മനസ്സ് മാറിയോ? ACP ഇന്നലെ രാത്രി ഇവളെ വിളിച്ചേ ബ്രെയിൻ വാഷ് ചെയ്തോന്ന് തോന്നുന്നു. എന്താടി നിനക്കൊരു മനംമാറ്റം? മനസ്സ് മാറിയതൊന്നും അല്ല, ഞാൻ ഓപ്പോളുമായിട്ട് സംസാരിച്ചു. മുത്തശ്ശൻ ACPയുടെ ഇല്ലക്കാർക്ക് വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പെണ്ണ് കാണലും നടന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇക്കാര്യം മുത്തശ്ശനോട് സംസാരിച്ച് മുത്തശ്ശന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്തായാലും നന്നായി. മുത്തശ്ശന് സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇക്കാര്യം സംസാരിച്ച് മുത്തശ്ശന്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ടി വന്നില്ലല്ലോ. അല്ല, നീ ആരെങ്കിലും കോഫി കൊടുത്തായിരുന്നോ? കോഫി കൊടുക്കാൻ അവനെ കണ്ടു കിട്ടണ്ടേ? ഞാൻ കോഫിയും കൊണ്ട് മച്ചി ചെന്നപ്പോ അവൻ അവിടെ ഇല്ല. അല്ല, അവൻ രാവിലെ എങ്ങോട്ട് പോയി? ആരവിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. അവനെ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് തോന്നിയ ആ നിമിഷം അവൻ ആ സ്ഥലത്തുനിന്ന് വാനിഷ് ആവും. അതെ, എനിക്കും തോന്നിയിട്ടുണ്ട്. അനു, നീ ആരവിനെ വാനിഷ് ആവുന്ന മാജിക് വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരാളെ വാനിഷ് ചെയ്യുന്നതിന് മാജിക്കൽ ചില സൂത്രങ്ങളുണ്ട്. ആ സൂത്രങ്ങൾ കയ്യിലില്ലാതെ ഒരാളെ അപ്രത്യക്ഷനാക്കാൻ മനുഷ്യന് കഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരവനറിയില്ല. പാവ ആരവ്, അവനൊരു സമാധാനം ഇല്ലാതെ നടക്കുന്നെ. നമുക്ക് അവന്റെ കാര്യം മുത്തശ്ശനോട് ചോദിച്ച് മനസ്സിലാക്കിയാലോ? അവനിപ്പോ സമയദോഷാണോന്നറിയാലോ. ദേ മേഘ, നീ ആരവിന്റെ കാര്യമൊന്നും മുത്തശ്ശനോട് ചോദിക്കില്ലേ? അതിന് അടുത്ത പ്രശ്നമാവും. മുത്തശ്ശന്റെ നിമിത്ത ശാസ്ത്രപ്രകാരം ആരവിനെ പോലീസ് പിടിക്കുമോ എന്നുള്ള കാര്യം ഞാൻ ഉദ്ദേശിച്ചേ. അല്ല, അതിപ്പോ മുത്തശ്ശനെ നമ്മൾ എങ്ങനെ അറിയും? അവന്റെ പേര് മുത്തശ്ശനോട് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞ അപ്പൊ പിടി വീഴും. വെറുതെ ഇക്കാര്യം ചോദിച്ച് ആരവൻ നമ്മളൊന്നും പ്രശ്നത്തിലാവണ്ട. ആരവിനെ പോലീസ് പിടി കൂടുവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേറൊരു വഴിയുണ്ട്. അതെന്ത് വഴി? ഷൈനി, നീ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ? ഒരു കുഴപ്പം ഉണ്ടാവൂല. ആരവിനെ പോലീസ് പിടി കൂടുവോ ഇല്ലയോ നിങ്ങൾക്ക് അതറിഞ്ഞാ പോരെ. മുത്തശ്ശന് ഒരു സംശയം തോന്നാത്ത വിധം ഞാനത് കൈകാര്യം ചെയ്തോളാം. മുത്തശ്ശ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആഹാ, എല്ലാവരും ഇവിടെ ഇരിക്കേ. എല്ലാരും നേരത്തെ എഴുന്നേറ്റോ? ഇരിക്കേ. മുത്തശ്ശന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്കൊക്കെയാണ് പ്രശ്നം. ഇന്നലത്തെ തലകറക്കമൊക്കെ മാറി. അഞ്ചാൾക്കും എന്നോടെന്തോ ചോദിക്കാനുണ്ടല്ലോ. അത് മുത്തശ്ശ, ഷൈനിക്കാ ചോദിക്കാനുള്ള. മോൾക്ക് എന്താ സംശയം? ചോദിച്ചോളൂ. മുത്തശ്ശ, ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ട്. ചോദിക്കൂ. ACP ഇന്ദ്രജിത്ത് സാറിന്റെ കാര്യമാ. അറിയേണ്ട കാര്യങ്ങൾ ഇന്ദ്രജിത്തും വൃന്ദയും തമ്മിൽ സംസാരിച്ചപ്പോ ചോദിച്ചിരുന്നില്ലേ? അയ്യോ, ഇതല്ല മുത്തശ്ശ. പിന്നെന്താ? ACP ഇവിടെ വന്നപ്പം ഭയങ്കര ടെൻഷനിലായിരുന്നല്ലോ. ഒരു പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിന്റെ മാനസിക സമ്മർദ്ദത്തിലായിരിക്കും ACP സാറ്. മന്ത്രിയുടെ വഴക്കൊക്കെ കേൾക്കേണ്ടി വന്നോണ്ട് വൃന്ദയ്ക്ക് വലിയ വിഷമം. ആ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ACP സാറിന് ജോലി പോവെന്ന് ഇവിടെ പേടി. ആ പ്രതിയെ ACP സാർ പിടിക്കുവോ മുത്തശ്ശ? ഇതാണോ നിങ്ങൾക്കറിയേണ്ടത്? അതെ മുത്തശ്ശ,
ഇക്കാര്യം അറിഞ്ഞാലേ വൃന്ദയ്ക്ക് സമാധാനാവൂ. ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു നിമിഷം. മുത്തശ്ശ, ആ പ്രതിയെ ACP അറസ്റ്റ് ചെയ്യോ? ആ പ്രതിയെ ACP ഇന്ദ്രജിത്ത് അറസ്റ്റ് ചെയ്തിരിക്കും. ഉറപ്പായിട്ട് അറസ്റ്റ് ചെയ്യൂ. ആ പിടിയിട്ട പുള്ളിയെ ഇന്ദ്രജിത്ത് കൈവിലങ്ങ് വെച്ച് ജയിലിൽ അടയ്ക്കും. ആ പ്രതിയെ ഇന്ദ്രജിത്ത് സാർ എപ്പോ പിടിക്കും മുത്തശ്ശ? ഉടൻ തന്നെ ആ അറസ്റ്റ് നടക്കും. അതിനുള്ള സാഹചര്യം ഒത്തുവന്നിരിക്കുകയാണ്. ACP ഇന്ദ്രജിത്തിന്റെ വല പൊട്ടിക്കാൻ ഇനി ആ പ്രതിക്ക് കഴിയില്ല. അവൻ ആ വലയിൽ കുടുങ്ങും. മുത്തശ്ശൻ പറഞ്ഞതുപോലെ ആരവനെ ACP അറസ്റ്റ് ചെയ്യോ? ടെൻഷനായല്ലോ. മുത്തശ്ശൻ പറയുന്ന നിമിത്തങ്ങളെ തള്ളിക്കളയാനാവില്ല. അയ്യോ, ആരവനെ പോലീസ് പിടിച്ച് എനിക്ക് ആലോചിക്കാനേ വയ്യ. മുത്തശ്ശൻ പറഞ്ഞാൽ നന്നായി. ആരവ് അറസ്റ്റ് ചെയ്യപ്പെടുമെങ്കിൽ അത് തടയാനുള്ള വഴികൾ നമ്മൾ നോക്കേണ്ടി വരും. എന്ത് വന്നാലും ആരവിനെ നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആരവിന്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാവണം. ആരാടി? രുദ്രനാ. അയാള് നമ്മളോട് ചോദിച്ച സഹായത്തിനായിരിക്കും വിളിക്കുന്നേ. എന്താ നോക്കട്ടെ. ഹലോ, ആ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ല, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിളിക്കുന്നത്. അണ്ണാ, അണ്ണൻ പറഞ്ഞ കാര്യം എങ്ങനെ ശരിയാക്കാന്ന് ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുക. ഇതിനകത്ത് അണ്ണനെ ഒളിച്ച് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം സെറ്റ് ചെയ്താൽ ഉടനെ ഞങ്ങൾ അറിയിക്കാം. എപ്പ ശരിയാവും അത് പറ. അണ്ണന് കുറച്ച് ദിവസം ഒളിച്ച് താമസിക്കാനുള്ളതല്ലേ?